അമേരിക്കയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ ശേഷം മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന സർവ്വ ധനസഹായങ്ങളും ഡൊണാൾഡ് ട്രംപ് മരവിപ്പിച്ചിരുന്നു. അമേരിക്കയ്ക്ക് കിട്ടേണ്ട സഹായം എന്തിനാണ് മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് സാമ്പത്തിക സഹായങ്ങൾ മരവിപ്പിച്ചിരിക്കുന്നത്. ഇനി സഹായം ലഭിക്കുന്നത് ഇസ്രായേലിനും ഈജിപ്തിനും മാത്രമായിരിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിലാണ് ഒരു കൗതുകകരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഡൊണാൾഡ് ട്രംപിന്റെ മേശപ്പുറത്ത് വരുന്നത്. ഗാസയിൽ കോണ്ടം, അതായത് ഗാസയിൽ ഗർഭനിരോധന ഉറകൾ മേടിക്കാൻ മാത്രമായി അമേരിക്ക കൊടുത്ത ധനസഹായം $50 മില്യൺ എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നിൽ റിപ്പോർട്ടിൽ പറയുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇത് കണ്ട് ഞെട്ടി. ഡൊണാൾഡ് ട്രംപ് എന്തിനാണ് ഇത് അങ്ങോട്ടേക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഉയർത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇതൊരു അനാവശ്യ ചെലവായിരുന്നു, ബൈഡൻ സർക്കാരാണ് ഇത് ചെയ്തിരുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ജോ ബൈഡന്റെ ഭരണകാലത്താണ് ഗാസയിലേക്ക് ഗർഭനിരോധന ഉറകൾ വാങ്ങാനായി മാത്രം $50 ദശലക്ഷം നൽകിയത്. അതാണ് ഡൊണാൾഡ് ട്രംപിന്റെ സർക്കാർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഗാസയിൽ ഗർഭനിരോധന ഉറകൾ വാങ്ങുന്നതിനായി മാത്രം $50 ദശലക്ഷം നൽകിയത് എന്തിനാണ് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. പ്രധാനമായും പോപ്പുലേഷൻ കൺട്രോൾ, ജനസംഖ്യാ നിയന്ത്രണത്തിനാണോ ഇത് നൽകിയത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്നാൽ ജനസംഖ്യാ നിയന്ത്രണത്തിലുപരി ഇതൊരു ആയുധം ഉണ്ടാക്കാനുള്ള ഒരു ഉപാധിയായി ഗാസയിലുള്ള ജനങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് ജെറുസലേം പോസ്റ്റ് തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടും ഡൊണാൾഡ് ട്രംപിന്റെ ശ്രദ്ധയിലെത്തി. നിലവിലുള്ള ധനസഹായങ്ങളെല്ലാം നിർത്തിവെച്ച് പുനഃപരിശോധനയ്ക്ക് ഒരുങ്ങുന്നത് ഇതിനൊക്കെ കൂടെയാണ് എന്നാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആണ് ഇക്കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. അമേരിക്കൻ പൗരന്മാർക്ക് മുൻഗണന നൽകിക്കൊണ്ടായിരിക്കണം ഇനിയുള്ള പദ്ധതികളെല്ലാം എന്ന് അവർ പറയുന്നു. ഗാസയിൽ നിന്ന് ഈ ഗർഭനിരോധന ഉറകൾക്കുള്ളിൽ IED നിറച്ച് പറത്തിവിടുന്നതായി 2020 ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനാണ് ഇവർ അത് ഉപയോഗിച്ചിരുന്നത്. ഇതുവരെ ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലമാണ് ഇതോടുകൂടി കത്തി നശിച്ചത്. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതുകൊണ്ട് ഫലസ്തീനിലെ പ്രാദേശിക ഭരണകൂടമോ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സമിതികളോ ആയിരിക്കാം വൻതോതിൽ ഇത് നൽകിയിരിക്കുന്നത്, ഈ ഗർഭനിരോധന ഉറകൾ നൽകുന്നതെന്നായിരുന്നു അന്ന് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇത് മേടിക്കാൻ വേണ്ടി മാത്രം, അതായത് ഗർഭനിരോധന ഉറകൾ മേടിക്കാൻ വേണ്ടി മാത്രം അമേരിക്ക $50 ദശലക്ഷം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഡൊണാൾഡ് ട്രംപ് കണ്ടെത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.